തിയേറ്ററിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞാൽ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമയുഗം സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും ലൈറ്റ് ഓണായി കിടന്നാൽ ആ സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തില്ല. നമസ്കാരം, ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം. മമ്മൂക്കായുടെ ഭ്രമയുഗ സിനിമ ഉടൻ തന്നെ റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ സിനിമാ പ്രേമികളെല്ലാം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. കാത്തിരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ ഒരു ഫുൾ സിനിമ തിയേറ്ററിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ട്, കളർ സിനിമകൾ കണ്ട ഒരു സ്ക്രീനിൽ എങ്ങനെയായിരിക്കും ഒരു സിനിമ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊജക്ടറിൽ നിന്നും ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നത്. രണ്ട് കളറേ ഈ സിനിമയ്ക്കുള്ളൂ. ഓക്കെ, ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്നും ഭ്രമയുഗം സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ അതെങ്ങനെ ഒരു പ്രേക്ഷകനെ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റും, അത് ഓപ്പറേറ്റേഴ്സൊക്കെ ശ്രദ്ധിച്ചാൽ അത് സാധിക്കും. ഈ കാരണങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവ്വം നമുക്ക് വീഡിയോയിലേക്ക് കാണുക. തിയേറ്ററിൽ ഇരിക്കുന്ന പ്രൊജക്ടറിനകത്ത് DMD, ഡിജിറ്റൽ മൈക്രോമിറർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. അതിലാണ് ഇമേജുകൾ തെളിയുന്നത്. അപ്പോൾ അതിനകത്ത് പിക്സലുകളാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്സലുകളെ ഈ പിക്സലിൽ തെളിയുന്ന ഇമേജുകളെ ഒരു ലൈറ്റിന്റെ സഹായത്തോടെ സ്ക്രീനിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ കാണുന്ന സിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സിനിമ കളറിൽ കാണുവാനായിട്ട് RGB എന്ന് പറയുന്ന ലൈറ്റുകളുടെ സഹായത്തോടെയാണ് പടം കളറിലേക്ക് നമ്മൾ കാണുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ, മൂന്ന് കളറുകൾ മാത്രമാണ് നമ്മുടെ പ്രൊജക്ടറിനകത്ത് ഉള്ളത്. ഈ 3 കളറുകൾ വെച്ചിട്ടാണ് നമ്മൾ കാണുന്ന ബില്യൺ കളറുകൾ സ്ക്രീനിലേക്ക് എത്തുന്നത്. അത് ഒരു അത്ഭുതം തന്നെയാണ്, അല്ലേ? ഓക്കെ, അപ്പം RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓർക്കുക 3 കളർ മാത്രമേ ഉള്ളൂ. ഈ 3 കളർ വെച്ചുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സർവത്ര കളറുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലൊരു വൈറ്റ് കളർ, അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, പക്ഷെ വൈറ്റ് ഇല്ല. അപ്പോൾ വൈറ്റ് എങ്ങനെ സ്ക്രീനിലേക്ക് വരും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ വൈറ്റ് വരുമെന്ന്? അവൻ്റെ ബ്ലാക്ക് എങ്ങനെയാണ് അവിടെ ഒരു ബ്ലാക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ, 3 ലൈറ്റ്. അപ്പം ഇതിൽ ഒരു ലൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ആ കളറിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. അങ്ങനെ 3 കളറുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, 2 കളർ തമ്മിൽ നമ്മൾ കളർ പാലറ്റിലേക്ക് എടുത്ത് 2 കളർ തമ്മിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മൂന്നാമത് വേറൊരു കളർ കിട്ടും, തേർഡ് കളർ നമുക്ക് കിട്ടും. അപ്പം 3 കളർ ഒരുമിച്ച് മിക്സ് ചെയ്താൽ 4ാമത് വേറൊരു കളർ കിട്ടും. ഈ മിക്സ് ചെയ്ത കളറും നിലവിലുള്ള കളറും കൂടെ കൂടി മിക്സ് ചെയ്താൽ 6ാമത് മറ്റൊരു കളർ നമുക്ക് കിട്ടും. അങ്ങനെയാണ് പ്രൊജക്ടറിനകത്ത് കളറുകൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അതായത് സിനിമയിൽ DI ചെയ്ത ആൾക്കാരിടുന്ന കളറുകളെ തിയേറ്ററിലെ പ്രൊജക്ടറിലേക്ക് വരുമ്പോൾ ആ പ്രൊജക്ടർ അതിനെ അനലൈസ് ചെയ്ത് ഈ ഡിജിറ്റൽ മൈക്രോമിറർ ഡിവൈസ് ഇരിക്കുന്ന DLP-യിലെ പ്രൊസസ്സറിലേക്ക് കൊടുക്കും. പ്രൊസസ്സർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ ഈ ലൈറ്റിന് കൊടുക്കും. ഈ വാല്യൂ ലൈറ്റ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് കളർ മിക്സ് ചെയ്ത് പ്രൊജക്ടറിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഭ്രമയുഗം എന്ന സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു 3 കളർ, റെഡ്, ഗ്രീൻ, ബ്ലൂ. വൈറ്റ് ഇല്ല, ബ്ലാക്ക് ഇല്ല ഈ ലൈറ്റിനകത്ത്. ഓക്കെ, ബ്ലാക്ക് കളറില്ല ലൈറ്റിനില്ല, അല്ലേ? ഓക്കെ, നിങ്ങൾ സയൻസ് പഠിച്ചപ്പോൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു വൃത്തം, അതിനകത്ത് പല കളറുകൾ ഇങ്ങനെ വരച്ചിട്ട് ഈ വൃത്തം നല്ല സ്പീഡിൽ കറക്കുമ്പോഴത്തേനും നമുക്ക് ഏത് കളറാണ് ഫീൽ ചെയ്യുന്നത്? വൈറ്റ് കളറാണ് ഫീൽ ചെയ്യുന്നത്. ഇത് തത്വം തന്നെയാണ്. ഞാൻ പറഞ്ഞു ഒരു ലൈറ്റിന്റെ വാല്യൂ 255 ആണ്. അപ്പോൾ ഈ 3 ലൈറ്റും റെഡ്, ഗ്രീൻ, ബ്ലൂ 3 ലൈറ്റും ഒരുമിച്ച് കത്തുമ്പോഴത്തേനും നമുക്കൊരു വൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യും. അതാണ് വെള്ള എന്ന് പറയുന്നത്. ഇനി ബ്ലാക്ക് എന്താണ്? അത് നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. എല്ലാ കളറും അതിന്റെ വാല്യൂ താക്കുമ്പോഴത്തേനും 0യിലേക്ക് താക്കുമ്പോൾ തിയേറ്ററിലെ എല്ലാ ഡോറും അടച്ചിടുമ്പം, എല്ലാ ലൈറ്റും അടച്ചിടുമ്പോൾ തിയേറ്ററിനകത്ത് ഇരുട്ടാണ്. അപ്പം അത് ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ അറിയാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് ഒരു തുള്ളി വെള്ളം ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് നോക്കിയാൽ ആദ്യം നിങ്ങൾക്ക് അവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ 3 ലൈറ്റും അതിൻ്റെ ഫുൾ വാല്യൂവിൽ അത് ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേനും വൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈ 3 കളറും അതിൻ്റെ ഏറ്റവും വാല്യൂ പിക്സൽസ് എല്ലാം ഓഫ് ആകുമ്പം ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ ഭ്രമയുഗം കാണാനായിട്ട് പോകുന്നത്. ഓക്കെ,
പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതൊരു പ്രേക്ഷകനെ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ മാക്സിമം ഭംഗിയിൽ കാണിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതൊരു തിയേറ്ററുകാർ തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്കറിയാം തിയേറ്ററിൽ പലവിധ ലൈറ്റുകളുണ്ട്. എക്സിറ്റ് ലൈറ്റ് ഉണ്ട്, നോ സ്മോക്കിംഗ് ഉണ്ട്, അതുപോലെ ഇലുമിനേഷൻ ലൈറ്റുകളൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് ലൈറ്റ് ഉണ്ട്, സീറ്റ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് കൂടി പറയുകയാണ്, പടം തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ചെയ്താൽ തീർച്ചയായിട്ടും പ്രമേക സിനിമ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റുകൾ ഏതെങ്കിലുമൊക്കെ ഓണായി കിടന്നു കഴിഞ്ഞാൽ ഈ പിക്സൽസ് എല്ലാം ഓഫ് ആകുന്ന സമയത്ത് സ്ക്രീനിലേക്ക് ഏതെങ്കിലും ലൈറ്റിൻ്റെ എക്സിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റിൻ്റെ റെഡോ ഗ്രീനോ ബ്ലൂവോ വെട്ടം കയറി കിടന്നാൽ നിങ്ങൾക്ക് ആ ബ്ലാക്ക് ഒരിക്കലും ആസ്വദിക്കാണ്ട് പറ്റത്തില്ല. അവർ DI ചെയ്ത സ്റ്റുഡിയോയിൽ നല്ല ഇരുട്ടത്തായിരിക്കും, നല്ല ഡാർക്കിലായിരിക്കും അവർ ആ കളർ ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ തിയേറ്ററിലെ ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല വെട്ടമിട്ട് ഈ സിനിമയ്ക്ക് ഇരിക്കുമ്പോൾ ഇടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കും പുറകിലിരിക്കുന്നവർക്കൊക്കെ ഈ സിനിമ ആസ്വാദനം ശരിക്കും നഷ്ടപ്പെട്ടു പോകും. ചില ആൾക്കാരുണ്ട് ഈ മൊബൈൽ കാണാൻ വേണ്ടി തന്നെ തിയേറ്ററിനകത്ത് കയറുന്നു നമുക്ക് തോന്നും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞ കളർ പടം അല്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. തിയേറ്ററിലെ എല്ലാ ലൈറ്റുകളും അടഞ്ഞാൽ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭ്രമയുഗം സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും ലൈറ്റ് ഓണായി കിടന്നാൽ ആ സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലെ സ്ക്രീനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ ആശംസിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ എടുക്കാനായിട്ട് ധൈര്യം കാണിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും ആകാംക്ഷയിലാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.